ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാൻ ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തു. ബോയപതി ശ്രീനു സംവിധാനം ചെയ്ത് നന്ദമൂരി ബാലകൃഷ്ണ ജയ് ബാലയ്യ അഭിനയിക്കുന്ന പുതിയ ചിത്രമാണ് അഖാണ്ട 2 താണ്ഡവം. ആക്ച്വലി ഇതിൻ്റെ റിലീസ് ഡിസംബർ 5 വെച്ചിരുന്നതായിരുന്നു. കളങ്കാവൽ, ദുരന്തം, പൊങ്കാല, ധീരം എന്ന സിനിമകളൊക്കെ റിലീസ് ചെയ്ത അതേ ഡേറ്റിൽ. ബട്ട് എന്തോ ഒരു കാരണത്തിലാൽ അത് സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. ഇനി എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് അറിയില്ല. ഇനിയിപ്പോൾ ഈ ഗ്രാൻഡ് ടീസറിൽ പറയുന്നുകൊണ്ടൊന്നും കണ്ടു നോക്കണം. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനസ് ആണ്. ആൻഡ് ഇതിൽ മിക്സി ആണോ, ഗ്രൈൻഡർ ആണോ, സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും ആയുധമാണോ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. നോക്കാം. തേജസ്വിനി നന്ദമൂരി ഐസ് വാനവില്ല് തമനസ് മ്യൂസിക് వారణాసి రామచంద్ర నరదృష్టి పరదృష్టి సమస్త దృష్టి నష్టి. സൂപ്പർ. അപ്പം ഇതാണ് എന്താ പറയാ, ആ മനുഷ്യനെ വെച്ച് തന്നെ നമ്മളിങ്ങനെ മറ്റേ ഇത് വെക്കുമല്ലോ, അതിന് എന്താ പറയുമല്ലോ, ആരാധന നോക്കുക, അല്ലെങ്കിൽ പൂവിട്ട് നോക്കുക, അത് മറ്റേ ഇത് കൊടുക്കുക, ഭാഗ്യം കൊടുക്കുക എന്നുള്ളൊരു സാധനം. അപ്പം മനുഷ്യനെ വെച്ച് തന്നെ ഇങ്ങനെ തല ഇങ്ങനെ ഒഴിയുന്നുണ്ട്. എല്ലാം നടക്കട്ടെ, ഒറ്റ കയ്യിലൊരു മനുഷ്യനുണ്ട്, തലയോടെ പിടിച്ച് എല്ലാം നടക്കട്ടെ, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, എന്നിട്ട് തറയിൽ പിടിച്ച് അടിക്കുന്നുണ്ട്. അപ്പൊ ഗ്രൈൻഡർ ഒന്നുമല്ല, ഇത് കൈ കൊണ്ടുള്ള കളിയാണെങ്കിൽ ഇതില് മറ്റേ മലയാളത്തിൽ നിന്ന് പുള്ളിക്കണ്ട ആ പുള്ളിയുടെ പേരെനിക്ക് മറന്നുപോയി. ബിഗ് ബോസിലൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞു. ഒരു ചെമ്പും മുടിയായിട്ട് ബിഗ് ബോസിലൊക്കെ ഉണ്ട് ഒരു ജിം ആള്. കൈയിട്ട് കറക്കുക, എടുത്ത് അടിക്കുക. ബോയപതി ശ്രീനു കൈലാസമാണ്. അഖാണ്ട 2 താണ്ഡവം ഡിസംബർ 12. അപ്പൊ നാളെ ഡിസംബർ 12 നാളെയാണ് ഗൈസ്. അപ്പൊ അഖാണ്ട 2 താണ്ഡവം ഗ്രാൻഡ് ടീസറാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പിറങ്ങിയ ടീസർ ട്രെയിലറൊക്കെ പിന്നെയും കൊള്ളായിരുന്നു തോന്നി. ഈ ഗ്രാൻഡ് ടീസർ ഇറങ്ങിയത് അപ്പാടെ ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ടീസറിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഈ ഡിസംബർ 5 ഇറക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ ഡിസംബർ 12 നാളെയാണ് റിലീസ് ചെയ്യുന്ന സിനിമ. ആൻഡ് ഇവിടെ ഇനി സിനിമ ഒക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ നോക്കിയില്ല. മൊത്തത്തിൽ ടീസർ എന്തൊക്കെ കാട്ടിച്ചു കൂട്ടുന്നുണ്ട്. ആൻഡ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾക്കൊരു ഇതാണ് മറ്റേ സാധനം, നോ ലോജിക് ഓൺലി മാഡ്നസ്. ആ സാധനമാണ് ഈ സിനിമ. അതാണ് ഇതിൽ ലോജിക്കും നോക്കേണ്ട, മാഡ്നസ്സും നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങൾ ആ സീനിൽ കണ്ടറിയാം, ഒരു ആളെ എടുത്ത് ഒഴിഞ്ഞ് ഇനി രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിട്ട് തറയിലടിക്കുന്നു. ആ തറയിലടിക്കുമ്പോൾ എന്ത് VFX ആണ്. ആ തലയൊക്കെ എന്തോ മഞ്ഞൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അഖാണ്ട കണ്ടിട്ടില്ല, അഖാണ്ട 2 താണ്ഡവം. അപ്പോൾ ഇത് പുള്ളി ദൈവിക ശക്തിയുള്ള ആരെങ്കിലാണോ സിനിമയിൽ എനിക്ക് അറിയില്ല. ഞാൻ അഖാണ്ട കണ്ടിട്ടില്ല. അപ്പോൾ അഖാണ്ട 2 കാണാം പുള്ളി ഇങ്ങനെ അടിക്കാനൊക്കെ പോകുമ്പോൾ ദൈവമൊക്കെ വരുന്ന പോലെയും അങ്ങനെയൊക്കെ ആ ഒരു VFX കാണുക. അതായത് സിംഗം സിനിമയിൽ സൂര്യ അടിക്കാൻ പോകുമ്പോൾ സിംഗത്തിൻ്റെ തല വരൂലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മൊത്തത്തിലൊരു ഫ്ലോപ്പ് ടീസർ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ചിരിയാണ് വന്നത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നുണ്ട്. വലയെ പിടിച്ച് മൈദയിലിട്ട് അവർക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അമിക്ക് വിടുവാണോ എന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് തമൻ്റെ മ്യൂസിക് ചിലപ്പോൾ ഈ സിനിമയുടെ ടിപ്പിക്കൽ ഇതായുണ്ടായിരിക്കും തമൻ്റെ മ്യൂസിക് ഇങ്ങനെ വരുന്നത്. മ്യൂസിക് പിന്നെ വാരണാസിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. പിന്നെ എന്തിനാണ് റിലീസ് മാറ്റി വെച്ചതെന്ന് ചോദിച്ചാൽ അതായത് ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡിസംബർ 4 വരെ ഓക്കെ ആയിരുന്നു. ഡിസംബർ 5 രാവിലെയൊക്കെ എന്തായപ്പോൾ എല്ലാം മാറ്റി എന്നാണ്, പോസ്റ്റ്പോൺ ചെയ്തു, ഇന്ന് സിനിമയില്ല.
അപ്പം നമ്മളിപ്പോൾ എത്രയും പെട്ടെന്ന് സിനിമ ഇറക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇനി ഇപ്പോൾ പുതിയ സിനിമകളൊക്കെ വന്നുകൊണ്ട് അവർ പയ്യെ നൈസായിട്ട് മാറ്റിയെന്ന് അറിഞ്ഞൂടാ. ദുരന്തരും കളങ്കാവലും ഇതൊക്കെ ഇവിടെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് പയ്യെ മാറ്റിയതാണെന്നും അറിഞ്ഞൂടാ. ആൻഡ് December 12 ഫ്രൈഡേ നാളെയാണ് ഇപ്പോൾ അഖാണ്ട 2 നന്ദമൂരി ബാലകൃഷ്ണ ജയ്ബാലയുടെ സിനിമ റിലീസ് ചെയ്യുന്നത്. ബോയപതി ശ്രീനുവാണ് സംവിധാനം ചെയ്യുന്ന അഖാണ്ടയും ബോയപതി തന്നെയാണ് സംവിധാനം ചെയ്തത്. ആൻഡ് തമനസ് തന്നെയാണ് അഖാണ്ടയിലും മ്യൂസിക് ചെയ്ത് ഇതിലും മ്യൂസിക് ചെയ്യുന്നത്. ആൻഡ് പടം എങ്ങനെ ആവുമെന്ന് നാളെ തന്നെ കണ്ടറിയണം. മൊത്തത്തിൽ കണ്ടപാടെ എനിക്ക് ക്ഷീണം ആവുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര വർക്കൗട്ട് ഫിലിമാണ്. ഈവൻ അവർ ഈ ട്രെയിലറിൽ അല്ലെ ടീസറിനെ തന്നെ കൊണ്ടാടുന്നു. കാരണം അത്രയും കൾട്ട് ഫാൻ ബേസ് ആണ് അവിടെ ഉള്ളത്. അവർക്കിത് മതി. അതുകൊണ്ടായിരിക്കും ആ പാറ്റേൺ തന്നെ അവരും ഇത് ചെയ്തു പോകുന്നത്. ആര് തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ള നടന്മാർ ഈ പാറ്റേൺ തന്നെ ചെയ്തു പോകുന്നത് അതുകൊണ്ടായിരിക്കും. കാരണം അവിടുത്തെ ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നതും അതാണ്, അവിടുത്തെ ഓഡിയൻസിന് വേണ്ടതും അതാണ്. തൻ്റെ ഇഷ്ട നടനെ ഇഷ്ട രീതിയിൽ ഇതുപോലെ കണ്ടാൽ മതി എന്നാണ്. അതുകൊണ്ട് അവരും സിനിമ ടിപ്പിക്കലൊന്നും മാറ്റുന്നതിൽ അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അവർക്ക് എന്ത് കിട്ടിയാലും അവിടെ കേസരിയ ഉപ്മായ അവർ ചെയ്ത ബിരിയാണി അങ്ങനെ പറഞ്ഞ പോലെ ആയി. ആൻഡ് ടീസർ ഫ്ലോപ്പ് ടീസർ, ഒരു കുന്തവും ഇല്ല ടീസറിൽ. ആൻഡ് മെയിൻലി ഒരു ട്രോളിനുള്ള ഒരു സാധനം ഇറക്കി വിട്ടിട്ടുണ്ട്, ഒഴിഞ്ഞിട്ട് തറയിലിട്ട് അടിക്കുക.